സോറി. ഇത് ധോണിയുടെ അച്ഛനല്ലേ? അവളുടെ അച്ഛന് ആക്സിഡന്റ് പറ്റിയോ? അവളോടൊന്ന് പോയി പറയട്ടെ. അച്ഛന് ആക്സിഡന്റ് പറ്റിയെന്നോ? നീ വെറുതെ എന്നെ പറ്റിക്കാൻ പറയുമല്ലേ? എടി പോടി, എന്നെ ഇങ്ങനെ കരയിപ്പിക്കല്ലേ. എനിക്കറിയാം എൻ്റെ അച്ഛനൊന്നും ഇല്ലെന്ന്. എടി ഞാൻ പറയുന്ന സത്യവാ. ധോണി എന്തിനാ കരയുന്നു? എന്തോ പറ്റി ധോണി? അത് പിന്നെ ഡോക്ടർ, വർമ്മ സാർ ധോണിയുടെ അച്ഛനാ. എന്താ? ധോണിയുടെ അച്ഛൻ വർമ്മ സാറാണോ? സോറി ധോണി, എനിക്ക് എന്നെക്കൊണ്ട് വർമ്മ സാറിനെ രക്ഷിക്കാൻ പറ്റിയില്ല. എടി ധോണി, നീ വീട്ടിലാരെങ്കിലും വിളിച്ചൊന്ന് പറ. ഹലോ ചേച്ചി, ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുമോ? ചേച്ചി പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരണം. അമ്മയ്ക്കും അച്ഛനും ആക്സിഡൻറ്റ് പറ്റി. അച്ഛൻ നമ്മളെ വിട്ട് പോയി ചേച്ചി. പെട്ടെന്ന് എല്ലായിടത്തും കൂടി ഇങ്ങോട്ട് വരാൻ പറ. എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് വരാൻ പറ. മോളെ നീ എന്തൊക്കെയാ പറയുന്നത്? അച്ഛൻ നമ്മളെ വിട്ട് എവിടെ പോവാനാ? അച്ഛനൊന്നും പറ്റത്തില്ലടേ. ഞാൻ ഏട്ടനെ ഇപ്പം വിളിച്ചിട്ട് പറയാം. ഇങ്ങനെ കരയാതെ. അമ്മ കരയുവാണോ? അമ്മ കരയുന്ന എന്തിനാ അമ്മ? അമ്മ പറ, അമ്മ കരയുന്ന എന്തിനാ അമ്മ? അപ്പൂസിന് പേടിയാവുന്നു കേട്ടോ. ഹലോ ചായ, പെട്ടെന്ന് വീട്ടിലോട്ട് വായിച്ചായ. ധോണി മോള് വിളിച്ചിരുന്നു. അമ്മയ്ക്കും അച്ഛനും ആക്സിഡന്റ് ആയിരുന്നു. സീരിയസ് ആച്ചായ, പെട്ടെന്ന് വീട്ടിലോട്ട് വായിച്ചായ. എനിക്ക് പേടിയാവും. നീ പേടിക്കാതെ, ഞാൻ ദാ വരുന്നു. എടാ ആൻറ്റിക്കും അങ്കിളിനും എന്തോ പറ്റിയേ? എടാ രാഹുലെ, എൻ്റെ അച്ഛനും അമ്മയും രണ്ടുപേരും നമ്മളെ വിട്ട് പോയടാ. എടാ നീ എന്തൊക്കെയാ പറയുന്നത്? അങ്കിളും ആൻറ്റിയും വിദൂരേ നിലാത്താരമായി നീ മിഴിച്ചിന്നി നിന്നിടുമോ? വരാം ഞാൻ നിനക്കായൊരിക്കൽ നീയുള്ള ലോകങ്ങളിൽ. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിത
வெல்ல தாயே உயிர் பிரிந்தாயே என்ன தனியே தவிக்க விட்டாயே இன்று நீ பாடும் பாட்டுக்கு நான் தூங்க வேணும் நான் பாடும் பாட்டுக்கு தாயே நீ உன் கண்கள் திறந்தாலே போதும் அம்மா அம்மா நீ எந்த அம்மா உன்னை விட்டா எனக்காரு அம்மா ബെനി അച്ഛാ ഇന്നത്തെ പത്രം വന്നോ? സാർ പറഞ്ഞ ആളുടെ കാര്യം ഞാൻ അന്വേഷിച്ച് വന്നപ്പം ആ കമ്പനിയിലെ സിഒയെ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. എന്തിനാ സാർ നന്ദിയൊക്കെ? ഇതൊക്കെ എൻ്റെ ജോലിയില്ലേ? അത് മാത്രമല്ല, ഈ കേസ് കണ്ടുപിടിക്കാൻ അത്ര പാടൊന്നുമില്ലായിരുന്നു. ഓരോ തെളിവും നമുക്ക് ദൈവം ഇങ്ങനെ മുമ്പിലോട്ട് ഇട്ട് തരുന്നതാണൊക്കെ തോന്നിയത്. പെട്ടെന്ന് ഓരോ കാര്യങ്ങളും കണ്ടുപിടിക്കാൻ പറ്റി. പിന്നെ സാറിൻ്റെ അച്ഛനും അമ്മയ്ക്കും അന്ന് ആക്സിഡൻറ്റ് പറ്റിയത് വെറൊരു ആക്സിഡൻ്റ് അല്ല, കരുതക്കൂട്ടി നടത്തിയതാ. ആ ആക്സിഡൻറ്റ് നടത്തിയ ആളും പിന്നെ BB കമ്പനിയിലെ സിഒയും ഒരാളാ സാറേ. വാട്ട്? കരുതിക്കൂട്ടിയുള്ള ആക്സിഡൻറ്റോ? അതെ സാറേ, അന്ന് ലോറി ഓടിച്ചിരുന്ന ഡ്രൈവറിനെ എനിക്ക് കിട്ടി. അയാൾ ആദ്യം ഒന്നും പറഞ്ഞില്ല, പിന്നെ 2 കൊടുത്തപ്പം പറഞ്ഞ് ഫോട്ടോയും കാണിച്ചു തന്നു. നോക്കിയപ്പോൾ രണ്ടും ഒരാളാ. ഇതാ സാറേ ഫോട്ടോ. രാഹുലോ?